വഴുതന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടി നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. ടാങ്കിലാണ് ഞാൻ നട്ടക്കണത്. അത് നട്ട് ഒരു മാസം 1.5 മാസമായിട്ടുണ്ട്. 1.5 മാസത്തേക്ക് കൂടുതലായി. ഇപ്പം അതേ ആദ്യമായിട്ടൊരു പൂവ് ഇട്ടു. കാണിച്ചു തരാം കേട്ടോ. നല്ല വയലറ്റ് പൂവ് ആദ്യമായിട്ട് ഉണ്ടാവണതാണ് നിത്യവഴുതന. വേറെയും പൂവുണ്ട്, കണ്ട പൂവിട്ടിട്ടുണ്ട്. നിറയെ പൂവിട്ടിട്ടുണ്ട്. വരണ കൂമ്പിലൊക്കെ പൂവിട്ടിട്ടുണ്ട് നിത്യവഴുതന. ഇനി കായായി കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇത് കൂടാണ്ട് തന്നെ കോവയുണ്ട് കേട്ടോ. അവിടെ രണ്ട് മൂട് കോവയാണ് ഞാൻ വെച്ചേക്കുന്നത്. കോഴി മാന്താതിരിക്കാനായിട്ട് ഷീറ്റൊക്കെ ഇട്ട് വെച്ചേക്കാം. ഇത് നിറച്ച് കോഴി വരന്ന് എല്ലായിടത്തും ഇട്ടുണ്ട്. നിറച്ച് കായുണ്ട്. ഇത് മതി കണ്ട. വരണ കൂമ്പിലൊക്കെ ഒരുവിധം നല്ല നീട്ടുള്ള കായകൾ തന്നെയാണ് കോവ ഉണ്ടായിരിക്കണത്. നിറയെ കായുണ്ട്. ഞാനിപ്പോൾ ഒരു 5-6 പ്രാവശ്യത്തേക്ക് കൂടുതലായി പൊട്ടിക്കുന്നു. ഒരു 4-5 മാസമായിട്ടില്ല ഇത് നട്ടിട്ട്. പടർന്ന് കയറി ഇവിടേക്കൊക്കെ ഞാൻ പിന്നെന്താ എനിക്ക് പറ്റിയെന്നറിയോ? വല ഇട്ടത് മാത്രം കുഴപ്പമായിപ്പോയി. ഈ നെറ്റ് ഉണ്ടായത് ഇത്ര ഇനിയിപ്പോൾ നിങ്ങളാരെങ്കിലും ചെയ്യണമെങ്കിൽ ഇത്തിരി നീട്ടുള്ള, അതായത് കണ്ണി അകലുള്ള നെറ്റ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ട് ആക്കിയതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കായ പറിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കായ പറിക്കുമ്പോൾ ഇങ്ങനെ ഓട്ടയുള്ള സ്ഥലത്തേക്ക് ഉരുട്ടിയിട്ടിട്ടാണ് ഞാൻ പറിക്കുന്നത്. അങ്ങനത്തെ കുഴപ്പമുണ്ട്. അപ്പോൾ നെറ്റ് ഇത്തിരി കണ്ണിയകലുള്ളത് കോവയ്ക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നിത്യവഴുതിക്കിനും അങ്ങനെ തന്നെ ആയിരിക്കും നല്ലത്. എല്ലായിടത്തും പൂവുണ്ട്, നിറച്ച് പൂവുണ്ട് എല്ലായിടത്തും. കാര്യമായിട്ട് വളമൊന്നും ഇട്ടിട്ടില്ല. ഈ ആട്ടുംകാട്ടാണ് ഇട്ടേക്കണത് മെയിനായിട്ട്. പിന്നെ കോഴിയെ ഞാനൊരു കൂട്ടിലിട്ടേക്കണം. കോഴികൾ നെറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ടേക്കാം. കോഴികൾ 4-5 ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കൊടുത്തു. ഈ കോഴിയുള്ളൂ. അധികം നല്ല കൂട് വേറെ ഉണ്ട്, നല്ല കൂടുണ്ട്. പക്ഷേ അത് ഞാൻ പകല് ഞാൻ ഇവിടേക്ക് ഇടും, രാത്രി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. ഇതിലേക്ക് വലിയ ഹാളുണ്ട്, കുഴപ്പമില്ല. ടാങ്ക് ഉണ്ട്, മീനിൻ്റെ അങ്ങനെയൊക്കെ ഇട്ട്. അപ്പം അത്യാവശ്യം ഇട്ടുണ്ട്. നല്ല ഒരു വിധം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള 4 ദിവസം കൂടുമ്പോൾ നമുക്ക് പറിക്കാൻ കിട്ടുന്നുണ്ട്, കുറേശ്ശെ ആയിട്ട്. അപ്പോൾ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം എന്തായാലും കായ മെഴുക്ക് പറ്റിയാണ്.